എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ അനേകർക്ക് വളരെ അനുഗ്രഹമായി തീർന്നുവെന്ന് നമ്മളെ ഫോണിലൂടെയൊക്കെ അറിയിക്കുകയുണ്ടായി. അപ്പം വ്യത്യസ്ത വിഷയങ്ങളുമായിട്ടൊക്കെ നമ്മൾ ജനത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ നല്ല നല്ല വീഡിയോകൾ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളെന്താണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മളിപ്പം നിത്യതയിൽ ചേർക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ചാണ്. അദ്ദേഹം തൻ്റെ നിത്യതയിലാണ് ഇന്ന് വിശ്രമിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് പാസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുകയുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹം ഒരു എളിമ ജീവിതം നയിച്ച ഒരു വ്യക്തി ജീവിതമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ ഇങ്ങനെ പഠിച്ചു വന്ന കൂട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മൾ പലരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്, പൊതുഗതാഗത സംവിധാനങ്ങളാണ് അദ്ദേഹം കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിക്കാം. സെക്യൂരിറ്റി അദ്ദേഹത്തിന് അത്രത്തോളം ശക്തമാണ്. അപ്പം വളരെ റോയൽറ്റിയോടുകൂടെ യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ എക്കണോമി ക്ലാസ്സിൽ വളരെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിച്ച് ആ നിലയിൽ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് താമസ സ്ഥലമാണെങ്കിൽ പോലും സാധാരണ ഒരു ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ള മാർപ്പാപ്പന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് തന്നെയാണ് അദ്ദേഹം ഒരു എളിമ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. കൂടാതെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് റിച്ചായിട്ടുള്ള രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ടല്ല അദ്ദേഹം താല്പര്യപ്പെട്ടത്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് മാന്യമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ, ദാരിദ്ര്യത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യങ്ങളൊക്കെ പോകാനും സന്ദർശിക്കാനും ഒക്കെയാണ് അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. എന്നാൽ ചില വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അദ്ദേഹത്തെ പോയി വിസിറ്റ് ചെയ്യുകയും ഇന്ത്യയിലോട്ട് വരാനായിട്ട് ക്ഷണിക്കുകയൊക്കെ ഉണ്ടായി. ഈ 2025 വരാനിരിക്കുകയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും എളിമ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു. പിന്നെ ലോകത്ത് മുഴുവൻ ഒരു സമാധാന അന്തരീക്ഷം വരണമെന്ന് താല്പര്യപ്പെട്ട ഒരു വ്യക്തി ജീവിതമാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. യൂറോപ്യൻ രാജ്യത്തു നിന്ന് പുറത്തു നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അനേക വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് 2013 മാർച്ച് മാസം അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ 2013 ഫെബ്രുവരി 28 അതിന് തൊട്ടു മുമ്പുള്ള മാർപ്പാപ്പ ബെനഡിക്റ്റ് 16 രാജിവെച്ചതിന് ശേഷം അദ്ദേഹം അർജൻറ്റീനക്കാരനായിരുന്ന ഈ മാർപ്പാപ്പ ഈ സ്ഥാനത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട മറ്റൊരു പോയിൻ്റ്, 1282 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് യൂറോപ്പിന് പുറത്ത് നിന്ന് മാർപ്പാപ്പ പദവിയിലേക്ക് എത്തിയ ആളാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത് കേട്ടോ. യൂറോപ്പിന് പുറത്ത് നിന്ന് പാപ്പ പദവിയിലേക്ക് എത്തിയ വ്യക്തി ജീവിതമാണ്. അതുപോലെ തന്നെ ഔദ്യോഗിക വസതിയൊക്കെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റിൽ സാധാരണ ജീവിതം നയിച്ച ഒരു വ്യക്തി ജീവിതമായിരുന്നു. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തെ ഒരുപാട് നമുക്ക് അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. 140 കോടി കത്തോലിക്ക സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം മുൻപിൽ നിൽക്കുമ്പോൾ, അതുകൂടാതെ പുറത്തുള്ളവരെയൊക്കെ പ്രതിനിധീകരിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രചോദനം തന്നെയാണ്. അതുതന്നെ ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം അത് തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ എളിമയും ലാലത്വം നിറഞ്ഞ ജീവിതത്തിൽ തനിക്ക് ഉണ്ടായ ആ ജീവിത ശൈലിയിലൂടെ നമ്മെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതായ എന്തായി? അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എത്ര വലിയ പദവികൾ ദൈവം തന്നാലും നമ്മളൊരു എളിമ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലോകവ്യാപകമായിട്ട് നമുക്കൊരു അംഗീകാരം ലഭിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ
എന്താ പറയുക, കർത്താവ് യേശുക്രിസ്തു ആ നിലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എളിമ ജീവിതമായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഈ മാർപ്പാപ്പയാണെങ്കിലും ഈ എളിമ ജീവിതം നയിച്ച ഒരു വ്യക്തി ജീവിതം ആയതുകൊണ്ട് അദ്ദേഹം ലോകം മുഴുവൻ ഒരു അംഗീകരിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കടന്നു വരികയുണ്ടായി. അപ്പോൾ അതൊരു പ്രത്യേക ആ ഒരു നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്, അതായത് പ്രത്യേകിച്ച് നമുക്കത് അതിനകത്തുനിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനായിട്ടുണ്ട്. അടുത്ത എന്താണ് അദ്ദേഹത്തെക്കുറിച്ച്? അടുത്ത ചോദ്യം, ഇസ്രയേലിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇസ്രയേലിൻ്റെ വംശഗതിയിൽ വംശഗതി നടത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് എടുത്ത നിലപാടിനെ കുറിച്ചാണ് എന്താ പറയാനുള്ളത്? അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറയാനുണ്ടെങ്കിലും ഒരു കാര്യത്തോടെ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ കഴിയുന്നില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ വംശഹത്യ നിർത്തണം. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഈ ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങി വെച്ച ആരാണ്? ഈ യുദ്ധം തുടങ്ങി വെച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ വംശഹത്യ നിർത്തണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, 2 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ മാനഭംഗപ്പെടുത്തിയതിന് ശേഷം കഴുത്തറുത്തു കൊന്ന് വീഡിയോയിലൂടെ പ്രചരിപ്പിച്ചു, മനസ്സിലായില്ലേ? ഈ പിന്നെ ഇസ്ലാമിക തീവ്രവാദികൾ. അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കൊന്നും പറയാനില്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക, ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്ത നിമിത്തമായിട്ടാണ് ഇസ്രായേൽ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വംശഹത്യ ഇസ്രായേൽ നിർത്തണമെന്ന് മാർപ്പാപ്പ പറയുമ്പോൾ ഇതെന്തുകൊണ്ട് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുകയാണ്. കാരണം ഇസ്രായേലിനെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് ഹമാസ് തീവ്രവാദികളാണ്. സമാധാന അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യം. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. ആ ഇസ്രായേലിനോട് ചെയ്ത ക്രൂരതയ്ക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കാനായിട്ട് അവരെ കൊണ്ട് തിരിച്ചടിപ്പിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ ഈ കൂട്ടത്തിൽ നമുക്കൊരു കാര്യം കൂടെ പറയാൻ കഴിയും. നമുക്ക് ഈ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യം എപ്പോഴും ഇസ്രായേൽ രാജ്യമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം കാർഗിൽ യുദ്ധ സമയത്ത് പോലെ നമുക്കറിയാം, അത് നമ്മുടെ പട്ടാളക്കാർ മുഴുവൻ മരിച്ചുകൊണ്ടിരിക്കുക. ഇസ്രായേൽ വന്നു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, അമേരിക്ക നമുക്ക് നാളെ ഒരു പ്രതികൂലം വരുമ്പം അമേരിക്ക സഹായിക്കാൻ വന്നില്ലെങ്കിലും ഇസ്രായേൽ വരും. മറ്റുള്ള ഇസ്ലാമിക രാജ്യം, മുസ്ലിം രാജ്യങ്ങൾ വന്നില്ലെങ്കിലും വരാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇസ്രായേൽ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇസ്രായേലിനോടെടുത്ത നിലപാടിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ബാക്കി പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ എളിമ ജീവിതം വളരെ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാക്കാൻ പറ്റുന്നതാണ്. എന്നാലും ഇന്ത്യയിലേക്ക് വരാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ്, അത് സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല നല്ല ഓർമ്മകൾ ഈ അവസരത്തിൽ പ്രേക്ഷകരുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായിട്ട് വേഗത്തിൽ വരാം. ഗോഡ് ബ്ലെസ് യു. അല്പനേരം ഒന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചേ. അനേക വർഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരവധി മീഡിയയിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകരോടും നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ വർഷം മുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന വിഷയമായിട്ട് എല്ലാ ദിവസവും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആയതിനാൽ നല്ല നിലയിൽ വീഡിയോ ഷൂട്ട് ചെയ്തും പ്രൊഫഷണൽ രീതിയിൽ എഡിറ്റ് ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. അതിന് ചിലവുകൾ വളരെ ഉണ്ട്. നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇതിനായിട്ട് നീക്കി വച്ചു കഴിഞ്ഞാൽ ഇത് നിമിത്തം അനേക ജനങ്ങൾക്ക് ആശ്വാസകരമായി തീരുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഇതോടൊപ്പം ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടുത്തുന്നു. ബിജു ജോൺ മാത്യു 9847164993 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഫിൻ ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.